ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. ഓഹോ ഓഹോ മൊത്തത്തിൽ തലകുത്തിയാണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, നോക്കാം. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്? നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണ്? എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ്? ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് കപ്സ്, 8 of Pentacles, 5 of Cups, Queen of Wands, Knight of Cups, King of Swords, then Judgment, 8 of Swords, Page of Cups and last card വന്നിട്ട് High Priestess ആണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ബോട്ടം വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. കറണ്ട് ഫീലിംഗ് ടുവേർഡ്സ് യു. എന്താണ് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, നിങ്ങളെ ഓർക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് വളരെയധികം ദുഃഖിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അയാൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അയാൾ തന്നെ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ദുഃഖമുണ്ടെങ്കിലും അയാൾ തന്നെ ട്രാപ്പിലായിപ്പോയി എന്ന് വിചാരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. രണ്ട് ഭാഗത്തുനിന്നും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ബന്ധത്തിനെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് മൊത്തത്തിലൊരു ഓവറോൾ എനർജി എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു പഴയ നിലയിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വല്ലാതെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുവേണ്ടി അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ ചിന്തകളിൽ അയാൾ അത് വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. അത് മുൻപുണ്ടായിരുന്നത് പോലെ നിങ്ങളിലേക്ക് വരണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പഴയതുപോലെ ആക്കണം എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിൽക്കുന്നുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ പ്രശ്നം കൂടെ 8 ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പോൾ ഉണ്ട്. അതായത് ആ ബന്ധത്തിനെ പഴയപടിയാക്കാൻ വേണ്ടിയിട്ട് ഓവർ വർക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതിനർത്ഥം അതിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു പോയി എന്നാണ്. അപ്പോൾ രണ്ട് റീസൺസ് ആയിരിക്കാം ഇതിലുള്ളത്. ഒന്ന്, നിങ്ങൾക്കിടയിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായി തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞു കാണും. അപ്പോൾ ജയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളായിരിക്കാം. പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്തിട്ടുണ്ട്, സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞായിരിക്കാം റിലേഷൻഷിപ്പിനെ കുറിച്ച് പുറത്തറിഞ്ഞാന്നുള്ളൊരു ധാരണയായിരിക്കാം. അല്ലെങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞ ആൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇത് രണ്ടും നിങ്ങളിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇനി ഒരിക്കൽ കൂടി മുന്നോട്ട് പോകാനൊരു സാഹചര്യം കിട്ടിയാൽ പരസ്പരം വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു ധാരണ നിങ്ങളിലുള്ളതുപോലെയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇനി ആ റിലേഷൻഷിപ്പ് വെറുതെ ബാക്ക് ടു നോർമൽ ആകാൻ ഒരു ധാരണ എത്താനായിട്ട് സാധിക്കില്ല. അവിടെ ഒരു ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. രണ്ടുപേരും നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. കാരണം അവിടെ ഒരു വല്ലാത്ത അകൽച്ച, മാനസികമായ ഒരു അകൽച്ച വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഇതിൽ കുറച്ച് പേർക്ക് ഒന്ന് വന്നാൽ മതി എന്ന് വിചാരിക്കുന്ന കുറച്ചധികം ആൾക്കാർ കാണും. പക്ഷേ വന്നാൽ മതി എന്ന് വിചാരിക്കുമ്പോഴും അവർ വന്നാൽ നിങ്ങൾക്ക് ഹോൾ ഹാർട്ടഡ്ലി അവരെ സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളിലില്ലേ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ച് നോക്കണം. കാരണം നിങ്ങളെ ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് പോയതാണ്. അപ്പോൾ തിരിച്ചു വന്നാൽ വീണ്ടും അതേ സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ഭയം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലില്ലേ? അതൊരു ട്രസ്റ്റ് ഇഷ്യൂ അല്ലേ? അപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആണ് ഇവിടെ ബേസിക് പ്രശ്നമായിട്ട് കാണുന്നത്. അതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. 5 ഓഫ് കപ്സ് പറയുന്നത്
ഫൈവ് ഓഫ് കപ്സ് നഷ്ടപ്പെട്ടു പോയത് ഈ എയ്റ്റ് ഓഫ് പെൻറ്റക്കിളിൻ്റെ തൊട്ടടുത്താണ് ഈ ഫൈവ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. അതായത് മുൻപുണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയി. എന്നാൽ വേണമെങ്കിൽ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. നമുക്ക് അതിനുള്ള റിസോഴ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ച് നിൽക്കുന്നു, കടുത്ത ഡിപ്രഷൻ, ഡിസപ്പോയിൻമെൻറ്റിലോട്ടൊക്കെ പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ഈ വ്യക്തി ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. നിങ്ങൾ ഓൾറെഡി ആ അവസ്ഥയിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തും നിങ്ങളുടെ ബന്ധം നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തും ഇയാൾക്ക് കടുത്ത നിരാശ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് ക്വീൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ അയാൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് പോയതിൽ വലിയ നിരാശയോ കടുത്ത വിഷമോ ഒന്നും ഉള്ളതായിട്ട് അയാൾക്ക് തോന്നുന്നുണ്ടാവില്ല. അയാൾക്ക് നിങ്ങൾ വളരെ ഗ്രോൺ ആയിപ്പോയി, നിങ്ങൾ ഇതിൽ നിന്ന് ഒത്തിരി മൂവ് ഓൺ ആയിപ്പോയി, നിങ്ങൾ വേറെ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അയാൾ നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്നായിരിക്കും അയാൾ വിചാരിക്കുന്നത്. അതാണ് ക്വീൻ ഓഫ് വാൺസ് പറയുന്നത്. അപ്പോൾ നിങ്ങളായിട്ടൊരു എഫേർട്ടൊന്നും ഇടുന്നില്ല എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. അയാൾക്ക് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി കൊണ്ടുവരണം. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നൊരാഗ്രഹം അയാളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം കിങ് ഓഫ് സോഡ്സ് ആണ്. വന്നാൽ ഈ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളായിരിക്കാം. നിങ്ങൾ ഒരുപാട് വഴക്കുണ്ടാക്കിയ സമയത്ത് വല്ലാതെ ആക്രോശിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ മൂഡ് സ്വിങ്സ് ഉള്ള ആളായിരിക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോൾ എന്ത് പറയാമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അയാൾക്ക് ആ കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റാത്തത്. കാരണം നിങ്ങൾ വെട്ടാൻ വാളും പിടിച്ച് നിൽക്കുന്ന ആളും അയാൾ കപ്പം കൊണ്ട് വരുന്ന ആളുമാണെങ്കിൽ എപ്പോൾ തലവെട്ടി കൈ പിടിച്ചെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അയാൾ വരാനായിട്ട് മടിക്കുന്നത്. കാരണം ഇവിടെ എയ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ അയാളുടെ ആഗ്രഹം, നിങ്ങൾ വളരെ ഗ്രോൺ ആയിപ്പോയി, നിങ്ങൾ മാറിപ്പോയി, ഇനി നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ ദേഷ്യപ്പെടുമെന്നുള്ളൊരു പേടിയുണ്ട്. നിങ്ങൾ ഇമോഷൻസ് എല്ലാം നഷ്ടപ്പെട്ടു, ഇനി നിങ്ങൾ വൈകാരികമായിട്ട് ഒരു ചിന്തയും അയാളോട് കാണിക്കില്ല എന്നൊക്കെ അയാൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ അതേസമയം എങ്ങനെയും വന്നാൽ മതി എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ അയാൾക്ക് അങ്ങനല്ല അത് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ മാറിപ്പോയി, നിങ്ങളുടെ ഭാഗത്തൊന്നും കോൺടാക്റ്റ് ഇല്ല, ഒന്നും ഇല്ലാതെ വരുമ്പോൾ അയാൾ വിചാരിക്കുന്നത് നിങ്ങൾ മാറിപ്പോയി എന്ന് തന്നെയാണ്. അപ്പോൾ അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഭയപ്പെടുന്നു എന്നാണ് ഈ നൈറ്റ് ഓഫ് കപ്പും കിങ് ഓഫ് സോഡും. ഇയാൾ ഈ കപ്പ് ഓഫർ ചെയ്യുന്ന ആൾക്കാണ്, കിങ് ഓഫ് സോഡിനാണ്. അപ്പോൾ അയാൾക്ക് പേടിയുണ്ട് വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ജഡ്ജ്മെൻ്റൽ സ്റ്റേജിലാണ് ഇയാളുള്ളത്. എങ്ങനെ ഇതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും, ഈ റിലേഷൻഷിപ്പിനൊരു നെക്സ്റ്റ് റിജുവനേഷൻ കൊടുക്കാൻ പറ്റും, ഒരു വേക്കിംഗ് അപ്പ് കൊടുക്കാൻ പറ്റുമെന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് സാധിക്കുമോ ഇല്ലയോ എന്ന് അയാൾക്ക് ഉറപ്പില്ല. അയാൾ ജഡ്ജ്മെൻറ്റിലാണ്. നടക്കുമോ, പോണോ വേണ്ടയോ, അങ്ങനെയുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഇയാൾ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് വാദപ്രതിവാദങ്ങൾ എടുത്ത് വെച്ച് അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. പറഞ്ഞിട്ടുള്ള വാക്കുകൾ, മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം അനലൈസ് ചെയ്യുമ്പോൾ ഇയാൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇയാൾ ഒരു സമയത്ത് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നെക്സ്റ്റ് ടൈമിൽ അയാൾക്ക് ഞാൻ പ്രതിയായിപ്പോയി അല്ലെങ്കിൽ ഞാൻ വിക്റ്റിമായിപ്പോയി എന്നാണ് അയാൾക്ക് തോന്നുന്നത്. അതാണ് ഏറ്റവും സോഡിൻ്റെ എനർജി പറയുന്നത്. അയാൾക്ക് തീരുമാനിച്ചാൽ അയാൾക്ക് ബ്ലോക്ക് മാറ്റിയാൽ വരാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ അയാൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് കാണുന്നത്. അയാൾ ബ്ലോക്ക് ചെയ്ത് മാറി നിൽക്കുവാണ്. അയാൾ ആ ബൗണ്ടറിക്കുള്ളിലാണ് നിൽക്കുന്നത്, പുറത്തേക്ക് വരാൻ തയ്യാറല്ല. അയാൾ ഒന്നും കാണാൻ തയ്യാറല്ല, കണ്ണ് കെട്ടിയിരിക്കുവാണ്, ഒന്നും ചെയ്യാൻ തയ്യാറല്ല, കൈ കെട്ടിയിരിക്കുവാണ്. അപ്പോൾ അയാളാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വരേണ്ടത്. പക്ഷേ അതിനയാൾ തയ്യാറല്ല. അപ്പോൾ ഇയാളുടെ ഭാഗത്തു നിന്ന് ഒരു ഇനീഷ്യേറ്റീവും ഉണ്ടാകാത്തത് കൊണ്ട് ഈ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇയാൾ ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്നാണ്. നിങ്ങൾ ഒരു കപ്പ് ഓഫ് ലവ് ഒക്കെ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അയാൾ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അയാൾക്ക് നിങ്ങളെ ഭയമുള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂൻ്റെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതൊരു പേജ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് മറ്റൊരു പുതിയ ലവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ലവ് വല്ലതും ഉണ്ടായോ എന്നുള്ളൊരു ഭയമൊക്കെ ഇയാൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അയാൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം, ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണമെന്ന് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട്. പക്ഷേ അയാൾക്ക് ഭയമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടോ എന്നൊരു തോന്നലും നിങ്ങളുടെ വ്യക്തിക്കുള്ളതായിട്ടാണ് കാണുന്നത്. ഇവിടെ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്, നിങ്ങളെക്കുറിച്ചൊന്നും അയാൾ അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അയാൾ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. എങ്കിൽ പോലും അയാൾക്ക് നിങ്ങളെക്കുറിച്ചൊരു കൃത്യമായ ധാരണയില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അയാൾക്ക് ഇവിടെ നിഗൂഢതകളുണ്ട്, അറിയപ്പെടാത്ത കുറേ രഹസ്യങ്ങളുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാലിപ്പോൾ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അയാൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുകയും വേണം, നിങ്ങളെ റീയൂണിയൻ ഉണ്ടാവുകയും വേണം എന്നാണ് ആഗ്രഹം. കാരണം ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ വന്നിരിക്കുന്നത് 10 ഓഫ് കപ്പുമാണ്. അപ്പോൾ ഇത് മിക്കവാറും
ഫാമിലി ആയിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ വീഡിയോ കാണുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ ഉള്ള റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം ഈ റീഡിങ് കാണുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരണം, ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണമെന്ന് ഓഫ് കോഴ്സ് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു റീയൂണിയൻ വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് റീയൂണിയൻ്റെ കാർഡാണ്, ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അയാൾക്ക് ഭയമാണ്, ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. അതുപോലെ അയാൾ കൂടുതൽ ആലോചിക്കുമ്പോൾ അയാൾ പെട്ടുപോയി എന്നൊക്കെ ഉള്ളൊരു വിചാരം അയാളുള്ളതുകൊണ്ടാണ് അയാൾ തിരിച്ചു വരാത്തതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. അയാൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഭയമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി ക്ലൂസ് വേണമെങ്കിൽ ക്ലൂസ് പറയാം. 10 ഉണ്ട്, 1 ഉണ്ട്, 20, 8, 5, 13, 12, 14, 8, 11, 2. പിന്നെ സ്പെല്ലിങ്സ് AC, T, P, O, F, C, Q, K, S, H, P, U, O. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ക്ലൂ ഒക്കെ എടുത്തിരുന്ന ആളെ അല്ലേ, ക്ലൂ നോക്കാം. എന്താണ് മോർ ക്ലൂസ്, എന്താണ് മോർ ക്ലൂസ് എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ്, ഫസ്റ്റ് ക്ലൂ 41 ആണ് കേട്ടോ. 41 ഇയേഴ്സ് ആയിരിക്കും. 41 ഇയേഴ്സ്, 40 ഇയേഴ്സ് ആയിരിക്കാം. M എന്ന അക്ഷരം വന്നിട്ടുണ്ട്. M അത് നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെ പേരിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ദെൻ D എന്ന അക്ഷരം വന്നിട്ടുണ്ട്. D. ദെൻ 9th ഡേറ്റ് ആണ് കേട്ടോ. 9th 9-ാം തീയതിയാണ് 9th. ദെൻ 45 ഇയേഴ്സ്. O എന്ന അക്ഷരം വന്നിട്ടുണ്ട്. O. ദെൻ പത്തനംതിട്ട. ദെൻ J എന്ന അക്ഷരം വന്നിട്ടുണ്ട്. J. 1981. ഫസ്റ്റ് 1-ാം തീയതിയാണ് കേട്ടോ. ഫസ്റ്റ് 15th 15-ാം തീയതിയാണേ. 15th. 17th 17. 18th അത് കൊള്ളാലോ. 17th 18th ആലപ്പുഴ. ദെൻ കണ്ണൂർ. അപ്പോൾ ഇത്രയാണ് ക്ലൂസ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കുക. ഈ ക്ലൂസ് ഉള്ളവർക്ക് കൂടുതൽ റെസനേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.